ഒരു വലിയ ധൂർത്തിൻ്റെ ഒന്നും ഈ പ്രശ്നം യഥാർത്ഥത്തിൽ ഇതിനകത്തില്ല. ഒരു വലിയ പൈസ ചിലവാക്കിക്കൊണ്ട് ഒരു വലിയ സംഭവം നടത്തുകയല്ല. 1000 കോടി ചിലവാക്കുന്നില്ല, 500 കോടി ചിലവാക്കുന്നില്ല. യഥാർത്ഥത്തിൽ 50 കോടി രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. പക്ഷേ ഈ 50 കോടി രൂപ പോലും ഒരു പ്രശ്നമായിട്ട് വരുന്നത് ഒരു ശൈലിയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുന്നു. നിങ്ങളുടെ മുൻഗണന എന്താണ് എന്നുള്ളൊരു പ്രശ്നം വരുന്നു. ആ മുൻഗണന തീരുമാനിക്കുമെന്നാണല്ലോ പാർട്ടി സെക്രട്ടറി പറഞ്ഞത്. തിരുത്തലിൻ്റെ ആരംഭം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ മുൻഗണന തീരുമാനിച്ച് ജനോപകാരപ്രദമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ പാർട്ടി നൽകും എന്നുള്ളതാണല്ലോ തിരുത്തലിൻ്റെ ആദ്യത്തെ ഘട്ടമായിട്ട് പറഞ്ഞിരുന്നത്. ഇവിടെ ഇപ്പോൾ എന്താ, പഴയതെല്ലാം അതേപോലെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾക്ക് നടുവിൽ ആ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുച്ഛത്തോടുകൂടി അതെല്ലാം അങ്ങ് മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളിത് നടത്തിക്കളയുമെന്ന് പറയുന്നത് ഒരു ശൈലിയുടെ പ്രശ്നമാണ്. ആ ശൈലി തിരുത്താൻ പോലും തയ്യാറാകുന്നില്ല എങ്കിൽ ഇനിയും വളരെ നെഗറ്റീവായൊരു വികാരം, ഒരപ്രിയത, ഒരവമതിപ്പ് അത് ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് കൂടുതൽ ശക്തമാക്കാൻ മാത്രമാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സഹായിക്കുക എന്നാണ്.